സ്പോർട്സ് പിച്ച് പ്രേക്ഷകർക്ക് സ്പോർട്സ്മാൻ സ്പിരിറ്റിലേക്ക് സ്വാഗതം. മുംബൈയുടെ കാര്യത്തിൽ ഈ IPL സീസൺ തുടങ്ങുന്നതിന് മുമ്പേ നമ്മൾ തമ്മിൽ തർക്കമിട്ടുണ്ട്. മുംബൈ അതെ എന്ത് വലിയ ടീമിനാണ് വിളിച്ചെടുത്തേക്കണത്, എല്ലാ അതെ ബെസ്റ്റ് പ്ലേയേഴ്സിനെ മുംബൈ വിളിച്ചെടുത്തു, മുംബൈയുടെ എന്തൊരു ടീമാണെന്നൊക്കെ പറഞ്ഞ് നമ്മൾ തമ്മിൽ തർക്കം ഓർമ്മ വേണ്ട. അതെ ചെന്നൈക്കൊക്കെ ടീം എന്ത് അലമ്പ് ടീമാണെന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതെ പക്ഷേ ഈ പറയുന്ന മുംബൈയുടെ ഇത്രയും ബെസ്റ്റ് ടീം നമ്മൾ വിചാരിച്ച ടീമിനെയാണ് ഇവർ ഈ ലാസ്റ്റ് കൊണ്ടുപോയി ആക്കിയിരിക്കുന്നത്. ഈ പ്ലേ അതെ ഓഫ് സ്വപ്നം പോലും കാണാൻ പറ്റാത്ത തരത്തിൽ കൊണ്ടുപോയി ആക്കിയതിൽ ഹാർദിക് പാണ്ഡ്യ എന്ന ഒരാൾക്ക് വലിയ പങ്കുണ്ട്. ഹാർദിക് വലിയ പാണ്ഡ്യനെ പങ്കുണ്ട്. ചെന്നൈയിലേക്ക് ട്രേഡ് ചെയ്യാൻ പോണേണെന്ന് വരെ നമ്മളിപ്പോ വാർത്തകൾ കേൾക്കുന്നുണ്ട്. കാരണം മുംബൈ ഇന്ത്യൻസ് ശരിക്കും ഹാർദിക് പാണ്ഡ്യനെ കൊണ്ട് പൊറുതി മുട്ടി അതെ എന്നാണ് അനൗദ്യോഗികമായിട്ടുള്ള റിപ്പോർട്ടുകൾ. കാരണം നീ കണ്ടിട്ടുണ്ടാവും മുംബൈ ഇന്ത്യൻസിന്റെ ഓണേഴ്സ് ആയിട്ടുള്ള അംബാനിയുടെ മക്കള്, അതുപോലെ അംബാനിയുടെ അതെ ഭാര്യ നിത അത് അംബാനി, പിന്നെ അംബാനിയുടെ അതായത് മോനൊക്കെ കളി കഴിയുന്നതിന് മുമ്പേ ഇറങ്ങിപ്പോയി. അവസാനം എന്താണ് തോക്കുന്ന ഒന്ന് രണ്ട് കളികളിൽ അങ്ങനെ സംഭവിച്ചു. അതിൽ തോറ്റ, അതായത് ഇവർ പ്ലേ ഓഫിൽ കയറില്ല എന്ന് ഉറപ്പിച്ച ഒരു കളി ഇവൻ ഫുള്ള് തീർന്നതിന് മുമ്പ് ഈ അംബാനിയുടെ മോൻ അവിടെ നിന്ന് കളി കണ്ടോണ്ടിരിക്കുകയായിരുന്നു. അവൻ എന്ത് ചെയ്ത് ഇറങ്ങിപ്പോണ സമയത്ത് അവൻ ഫാൻസിനോടും കൂടി കൈ കാണിച്ചിട്ട് പറഞ്ഞു നിങ്ങളും പൊക്കോന്ന് പറഞ്ഞു. കാരണം അത്രത്തോളം ഫ്രസ്ട്രേറ്റഡ് ആയി. ശരിക്കും ഇത് അംബാനിയുടെ ഭാര്യ നിന്ന് കരയുന്നത് വരെ കണ്ട്. ശരിക്കും അതെ മുംബൈനെ എല്ലാ സീസണിലും പറയുന്നത് കോഴയാണ്, മുംബൈ ജയിക്കുന്നതൊക്കെ അംബാനിയുടെ കോഴക്കളിയാണെന്നൊക്കെ പറയുമ്പോൾ ശരിക്കും മുംബൈ കളിച്ച് തന്നെയാണ് ജയിച്ചിരുന്നതെന്നാണ് ഇപ്പൊ നമുക്ക് തോന്നുന്നത്. ഇപ്പൊ മനസ്സിലാകുന്നത്. പിന്നെ കാരണം രോഹിത് ശർമ്മയൊക്കെ ചുമ്മാതല്ല രോഹിത് ശർമ്മയൊക്കെ ലെജൻഡ് എന്ന് വിളിക്കുന്നത്. കാരണം രോഹിത് ശർമ്മയൊക്കെ അത്രത്തോളം സ്ട്രഗിൾ ചെയ്ത് അത് നമുക്ക് അറിഞ്ഞിരുന്നില്ല. നമുക്ക് നോക്കുമ്പോ എന്താണ് നിസ്സാരോട് ജയിക്കണം. നീ പറയുമ്പോ പോലെ തന്നെ 200 ഉള്ളിലൊക്കെ അടിച്ചാൽ പോലും ഇവർ ചേസ് ചെയ്യാൻ പോലും സമ്മതിക്കണില്ല വലിയ വലിയ അതെ ടീമിനെ പോലും. ഇപ്പൊ അത് ചെന്നൈക്ക് അതായത് പോലും മുമ്പേ കപ്പടിച്ചത് വരെ, ആ അതായത് ഈ പിന്നെ ഫൈനലിൽ കപ്പടിച്ചത് വരെ ചെറിയ ചെറിയ ടാർഗറ്റ്, സ്കോർ. പിന്നെ നീ ആലോചിച്ച് ചെറിയ നോക്കണം, സ്കോറിൽ നീ ഡിഫെൻഡ് ആലോചിച്ച് ചെയ്തതാണ്. നോക്കണം. അതായത് ഇപ്പൊ നീ ചെന്നൈ നേരത്തെ പോലും പറഞ്ഞു, അതാണ് ഇപ്പൊ നേരത്തെ പറഞ്ഞു നീ, അതായത് ചെന്നൈ എന്നുള്ള ടീം ശരിക്കും തലതൊട്ടപ്പന്മാരാണ് IPL-ലെ. അതെ പക്ഷേ അതെ ധോണിയുടെ കീഴിലുള്ള ചെന്നൈനെ വിറപ്പിച്ച ഒരു ടീം ഉണ്ടെങ്കിൽ അത് രോഹിത് ശർമ്മയുടെ മുംബൈ ഇന്ത്യൻസ് ആണ്. രോഹിത് ശർമ്മയാണ്, രോഹിത് മുംബൈയാണ്. ശർമ്മയുടെ മുംബൈ ഇന്ത്യൻസ് എന്ന് ഞാൻ പറയും, അതെ വേറെ അതെ രോഹിത് ആരുടെ അല്ല. ശർമ്മയുടെ മുംബൈ രോഹിത് ഇന്ത്യൻസ് ആണ്. ശർമ്മയുടെ മുംബൈ ഇന്ത്യൻസ് ആണ് ശരിക്കും ഈ പറയുന്ന ഫാൻസിന് ഒരു അഭിമാനം ഉണ്ടാക്കി കൊടുത്തത്. അതെ കാരണം രോഹിത് ശർമ്മ എന്നുള്ളത് എത്ര ഗംഭീര ക്യാപ്റ്റൻ ആണെന്നുള്ളത് ശരിക്കും മുംബൈ ഇന്ത്യൻസിൽ തന്നെ നമുക്ക് മനസ്സിലായി. അതായത് ഒട്ടും പ്രഷർ ഇല്ല രോഹിത് ശർമ്മയ്ക്ക്. രോഹിത് അതെ ശർമ്മ നമ്മൾ വിചാരിക്കണം എന്താണ് കോഴക്കളിയാണ്, അവന്മാരൊക്കെ എന്താണ് ഇങ്ങനെ കളിക്കണം നമ്മൾ വിചാരിക്കും. ഇപ്പൊ RCB ഒക്കെ എത്രത്തോളം ബുദ്ധിമുട്ടിയിട്ടുണ്ട് ഒന്ന് അതെ ജയിക്കാനൊക്കെ. അത് ചെന്നൈ ഒക്കെ ഒന്ന് എൽ ക്ലാസിക് ആവാൻ കാരണം ആർ എന്താണ്? സി ബി അല്ല രോഹിത് ശർമ്മയാണ് കാരണം. അതെ RCBയും മുംബൈയോ അല്ലെങ്കിൽ മെയിൻ ടീം അല്ലെ കൊൽക്കത്തയൊക്കെ ഇരുന്ന് മെയിൻ ടീം, പക്ഷെ അതെ മൊത്തത്തിൽ ആർ മാറ്റിക്കളഞ്ഞു. സി ബി എല്ലാരും ഇപ്പം പറയുന്ന RCB ഇപ്പൊ സെറ്റ് ടീം എങ്ങനെ, പക്ഷെ ഇതിലും സെറ്റ് ടീം RCB ഉണ്ടായിരുന്ന കാലം ഉണ്ടായിരുന്നു. അതെ, തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ഡിവില്ലിയേഴ്സ്, കോഹ്ലി, ഗെയില്. ആ, ആ ആ, കോഹ്ലി, ആ അങ്ങനെ യുവരാജ്, അതാണ്. വമ്പൻ താരങ്ങൾ ഉണ്ടായിരുന്ന സീസണുകൾ ഉണ്ടായിരുന്നു. അതുപോലെ അതെ ബോളിംഗ് ആണെങ്കിലും ആ അതെ, തീർച്ചയായിട്ടും. സീസണുകളിൽ പോലും മുംബൈനും ചെന്നൈനും തൊടാൻ പറ്റത്തില്ലായിരുന്നു ഈ ബാംഗ്ലൂരിന് RCB. അതിൽ മെയിൻ കാര്യം എന്ന് പറയുന്നത് ധോണിയും രോഹിത് ശർമ്മയും തീർച്ചയായിട്ടും രണ്ടുപേരും മാത്രമാണ്. തീർച്ചയായിട്ടും അത് തീർച്ചയായിട്ടും. അത് ആ അതായത് ഏറ്റവും ഉദാഹരണം ക്യാപ്റ്റൻസി പറഞ്ഞ മുംബൈയിൽ 2023 ഉം. മുംബൈയുടെ ടീം എന്ന് പറഞ്ഞാല് ഈ 26, അതായത് 2008 തുടങ്ങിയാൽ 2008 സീസൺ, ഈ ഉം. 18 സീസണിലും ഏറ്റവും മോശം ടീമാണ് 2023 മുംബൈക്ക് ഉണ്ടായിരുന്നത്. എല്ലാം ഇതുപോലത്തെ ഇപ്പൊ ചെന്നൈയിലുള്ള പോലെ എക്സ്പീരിയൻസ് ഇല്ലാത്തവരും അങ്ങനത്തെ ഒന്ന് രണ്ട് പേര് മാത്രമേ എക്സ്പീരിയൻസ് ഉള്ളൂ. PS ചൗളെ പോലുള്ള ബോളറൊക്കെ, ഉം. അവരെ വെച്ചുകൊണ്ട് രോഹിത് ശർമ്മയുടെ ക്യാപ്റ്റൻസിയിൽ ക്വാർട്ടർ ഫൈനൽ വരെ ഉം. എത്തിയിട്ടുണ്ട്. അതെ അതെ അതെ, ഏഹ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അതാണ് അതാണ് ക്യാപ്റ്റൻസി. ക്യാപ്റ്റൻസി. അതെ അതെ അതെ. സത്യം പറഞ്ഞാല് മുംബൈ മാനേജ്മെന്റ് അടിച്ചാൽ, ചേട്ടാ പറഞ്ഞ പോലെ മുംബൈ മാനേജ്മെന്റ് അടിച്ച അത് കോച്ചിനെ ഞാൻ കുറ്റം പറത്തില്ല. മുംബൈ മാനേജ്മെന്റ് അംബാനി ഉം. അവര് കാണിച്ച ഏറ്റവും വലിയ മണ്ടത്തരമാണ് രോഹിത് അതെ, ശർമ്മയുടെ ക്യാപ്റ്റൻസിന്ന് മാറ്റിയിട്ട് മാറ്റിയത്. ഹാർദിക് പാണ്ഡ്യനെ ടീമിലോട്ട് കൊണ്ട്, അതായത് ഹാർദിക് അതെന്തുകൊണ്ടാണ് പാണ്ഡ്യ അതെന്താണ് അതിന്റെ റീസൺ എന്നാ നിനക്ക് തോന്നണത്? ഒരു അത് മുംബൈ ഇന്ത്യൻ അതെന്ത് ആരാധകൻ എന്നുള്ള നിലയിൽ എവിടെയാണ് രോഹിത് ശർമ്മനെ ഈ മാനേജ്മെന്റിനും അല്ലെങ്കിൽ ഈ കോച്ചിനൊക്കെ ഇങ്ങനെ ഒരു മാറ്റണം എന്നൊരു തോന്നൽ വരുന്നത്? രോഹിത് ശർമ്മനെ പറഞ്ഞിട്ടാണോ? എന്തായിരുന്നു അതിന്റെ പിന്നില്? അത് എനിക്ക് ഇതുവരെ പിടികിട്ട, സത്യം പറഞ്ഞ മുംബൈ ഫാൻ ആണെങ്കിൽ പോലും ഇതുവരെ പിടികിട്ടാത്ത ഒരു കാര്യമാണ്. അത് എന്തുകൊണ്ടാണ് അല്ലെങ്കിൽ പിന്നെ ഏറ്റവും കാരണമാണ് രോഹിത് ശർമ്മ വിരമിക്കാൻ പോകുന്നു, ആ ഒരു കാരണം കൊണ്ട് മുംബൈയുടെ അടുത്ത ഒരു ക്യാപ്റ്റൻ സ്ഥാനത്തോട്ട് എത്തിക്കാണ്. പക്ഷെ എന്റെ ഒരു അഭിപ്രായത്തില് അത് രോഹിത് ശർമ്മ വിരമിക്കുന്ന ഒരു ഇത് കഴിഞ്ഞ് മതിയായിരുന്നു. ഉം. അല്ലെങ്കിൽ
അങ്ങനെ കാരണം 2 വർഷമായി, ഇപ്പം 2 വർഷമായിട്ട് രോഹിത് ശർമ്മ വിരമിച്ചിട്ടില്ല. പിന്നെ നീ അല്ലെങ്കിൽ മറ്റൊരു പോലും കാര്യം ആലോചിച്ച് നോക്കിയേ, ആ ഹാർദിക് പാണ്ഡ്യയുടെ ക്യാപ്റ്റൻസിയിൽ കളിക്കുമ്പോ എല്ലാവർക്കും ഒരു താല്പര്യമില്ലായ്മ പോലെ തോന്നുന്നുണ്ടോ? ഉണ്ട്. അത് എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന്റെ പെരുമാറ്റവും കാര്യങ്ങളും ആണെന്ന് തോന്നുന്നു. അതായത് അദ്ദേഹം ഓരോരുത്തരോട് റെസ്പോണ്ട് ചെയ്യുന്നതും പെരുമാറുന്നതും കഴിഞ്ഞ കളിയിൽ തിലവർമ്മയാണ് മാൻ ഓഫ് ദി മാച്ച് ആയത് ഈ പഞ്ചാബുമായിട്ട്. അത് ഉം. കഴിഞ്ഞിട്ട് തിലവർമ്മ പറഞ്ഞ ഒരു കാര്യമാണ്, ഇങ്ങനെ ഒരു ക്യാപ്റ്റന്റെ കീഴിൽ കളിക്കുമ്പം നമുക്ക് കിട്ടേണ്ട കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്, ഓ. നമുക്കൊരു ഇത് കിട്ടുന്നുണ്ട്. അപ്പം ഉം. തന്നെ നമുക്ക് മനസ്സിലായത് ഹാർദിക് പാണ്ഡ്യക്കായിട്ട് വെച്ചതാന്ന്. എനിക്ക് ഉം. തോന്നുന്നു ഹാർദിക് പാണ്ഡ്യനെ ഇപ്പൊ കളിയായിട്ട് ഡഗ് ഔട്ടിൽ പോലും കാണുന്നില്ല. അതെ, ഒരു തീർച്ചയായിട്ടും. ക്യാമറ പോലും കാണി എനിക്ക് തോന്നുന്നു അദ്ദേഹം മുംബൈ ടീം തന്നെ വിട്ടുപോയി എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പം പുതിയതായിട്ട് അതാണ് അടുത്ത ആ ചോദിക്കാൻ വന്നത്. ഹാർദിക് അതായത് പാണ്ഡ്യ എവിടെ? പരിക്കാണോ ഹാർദിക് അതായത് പാണ്ഡ്യക്ക്? ഇല്ലില്ല, ഇപ്പൊ പുതിയതായിട്ട് വാർത്തകൾ കേൾക്കുന്നത് അദ്ദേഹത്തിന്റെ കാമുകിയായിട്ടുള്ള അദ്ദേഹത്തിന്റെ ഇപ്പൊ കൂടുതൽ ഇടപെടലുകളൊക്കെ ഉം. ഇപ്പം മുംബൈ മാനേജ്മെന്റിന് ഇഷ്ടപ്പെടാതെ അവരുമായിട്ട് ഉടക്കി മുംബൈയിൽ നിന്ന് വിട്ടുപോയി എന്നാണ്. പുള്ളിക്കാരൻ നമ്മളിപ്പം അപ്പൊ ടീമിനേക്കാളും വലുത്, ക്രിക്കറ്റിനേക്കാളും വലുത് ഈ പറയുന്ന കാമുകി, അതിനോടുള്ള അതെ സ്നേഹം, അതൊക്കെ അതായത് ആണെങ്കിൽ ഇതാണ് ഏറ്റവും വലിയ പ്രശ്നം. പ്രശ്നം ഇതാണ് ഏറ്റവും വലിയ അതെ പ്രശ്നം. അതെ വേൾഡ് കപ്പിലും അതായത് കണ്ടില്ലേ നീ? വേൾഡ് കപ്പ് കിട്ടിയിട്ട് കാമുകിയായിട്ട് കാണിച്ചുകൂട്ടി എന്താണ്? വേൾഡ് കപ്പ് അതെ അതെ ഒരുമാതിരി കാലിന്റെ അടിയിൽ വെച്ച് കാമുകിയുടെ ബെഡ്റൂമിൽ കൊണ്ടിട്ട് എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടുന്നത്? അതെ ഏഹ് അതായത് അദ്ദേഹത്തിന്റെ ഇപ്പം ഏറ്റവും മെയിൻ പ്രശ്നം എന്ന് വെച്ചാല് അതാണ്. കാരണം കഴിഞ്ഞ ദിവസം BCCI പുതിയൊരു ഉത്തരവിറക്കി, ഭാര്യയോ അച്ഛനോ അമ്മയോ അല്ലാതെ വേറെ കാമുകിമാർക്ക് താരങ്ങളുടെ യാത്ര ചെയ്യാനോ ബസ്സിൽ കയറാനോ അനുവാദമില്ല എന്ന്. നല്ല ഉത്തരവ്, അതിന് നല്ല ഉത്തരവ്. ആ ഉത്തരവ് ഇറക്കുന്നുണ്ട്. അതായത് അതിന്റെ മെയിൻ കാരണം എന്ന് പറയുന്നത് ഈ അംബാനി ഹാർദിക് പാണ്ഡ്യ. അതായത് ആദിൽ പാണ്ഡ്യനെതിരെ അംബാനി BCCIക്ക് പരാതി നൽകിയിട്ടുണ്ട്. ആ, അതിന്റെ പുറമെയാണ് BCCI ഇങ്ങനെ തീരുമാനം എടുത്തതെന്നാണ് തീർച്ചയായും, ഇപ്പം പറയുന്നത്. തീർച്ചയായിട്ടും, കാരണം തീർച്ചയായിട്ടും. വെച്ചാല് അതിൽ മെയിൻ കാര്യം എന്ന് വെച്ചാല് താരങ്ങളുടെ കോൺസെൻട്രേഷൻ മാറിപ്പോവാതിരിക്കാൻ. പിന്നെ തീർച്ചയായിട്ടും ഈ മനസ്സിലായോ ഹാർദിക് കാര്യം? പാണ്ഡ്യയുടെ ഒക്കെ സ്വഭാവം കണ്ടിട്ടാണെന്ന് ഈ ഇഷാൻ കിഷൻ അടക്കം ഇപ്പൊ ചീത്തയായിക്കൊണ്ടിരിക്കുകയാണ്, ആ ലെവലിലോട്ട് അല്ല വരികയാണ് ഈ പക്ഷെ ഇഷാൻ കിഷൻ എന്തൊക്കെ വന്നാലും കളിയിൽ ഒരു ആത്മാർത്ഥതയുണ്ട്. എനിക്ക് കാമുകി ആത്മാർത്ഥത ഉണ്ടെങ്കിൽ എന്താ. പിന്നെ പിന്നെ അതെ നീ ഒരു കാര്യം മനസ്സിലാക്കിയ, നമ്മളിപ്പോ ഹാർദിക് പാണ്ഡ്യനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു. ഒരു സൈഡിൽ ഹാർദിക് പാണ്ഡ്യ ഇത്രത്തോളം മാനേജ്മെന്റിനെ, ഉടമേനെ, അംബാനിനെ അടക്കം ഇത്രയും ബുദ്ധിമുട്ടിക്കുമ്പോൾ നമ്മൾ ആരാധകരെ വരെ പച്ചത്തെറി പറയുകയാണ് ഹാർദിക് പാണ്ഡ്യനെ തന്നെ നമ്മൾ അതെ പച്ചത്തെറി പറയേണ്ട സാഹചര്യം. പക്ഷെ മറ്റൊരു സൈഡിൽ ഹാർദിക് പാണ്ഡ്യ ഇങ്ങനെ കളിക്കുമ്പോൾ മറ്റൊരു സൈഡിൽ ചേട്ടനായിട്ടുള്ള കൃണാൽ പാണ്ഡ്യ ടീമിന് വേണ്ടി ചത്ത് കളിക്കുകയാണ്. ചത്തു നീ കിടന്ന് ഒന്ന് കളിക്കുക. ആലോചിച്ച് അത് നോക്കി, അത് 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 തോക്കണ്ട അത് കളിവരൊക്കെ ജയിപ്പിക്കണ അതെ പുള്ളി. അതില് ഏഹ് മെയിൻ കാര്യം എന്ന് വെച്ചാല് ഒറ്റ കാര്യമേ ഉള്ളൂ. കാരണം വെച്ചാൽ അതില് ഹാർദിക് പാണ്ഡ്യ എന്ന് പറഞ്ഞ ഇന്ത്യൻ ടീമിൽ സ്ഥിരമാണ്. ഉം. മനസ്സിലായോ? ഉം. ഇന്ത്യൻ ടീമിൽ സ്ഥിരവാ. അദ്ദേഹത്തിന് പരിക്ക് പറ്റുമ്പോഴല്ലാതെ ഇന്ത്യൻ ടീമിൽ നിന്ന് പുറത്തു പോകുന്നില്ല അദ്ദേഹം. പക്ഷെ ഉം. ക്രൂണൽ പാണ്ഡ്യ എന്ന് പറഞ്ഞാല് അദ്ദേഹത്തിന് ഇന്ത്യൻ ടീമിലോട്ട് ക്ഷണം കിട്ടുന്നില്ല. ഉം. എന്തേലും എഫേർട്ട് ഇട്ട് എന്തേലും ഇട്ട് കളിച്ചാൽ പോലും ഇപ്പം ജഡേജ ആയിരുന്നു, ജഡേജ കഴിഞ്ഞപ്പോ അക്സർ പട്ടേല്, ഇപ്പൊ ഉം. ഇവരൊക്കെ കാരണം ക്രൂണൽ പാണ്ഡ്യക്ക് ഇന്ത്യൻ ടീമിൽ 1-2 തവണയും കണ്ട് അദ്ദേഹം കളിച്ചിട്ടുള്ളൂ. ഉം. അതായത് ഏതാണ്ട് B ടീം ഇട്ട സമയത്തും കണ്ട് അങ്ങനെ. അല്ലാതെ അദ്ദേഹത്തിന് ഇന്ത്യൻ ടീമിലോട്ട് ക്ഷണം കിട്ടുന്നില്ല. ഉം. അതൊക്കെ അദ്ദേഹത്തിന് ഒരു കാരണം അതുകൊണ്ടൊക്കെ പക്ഷെ ആയിരിക്കും എന്നാലും അദ്ദേഹത്തിന് ഞാൻ കിട്ടുന്ന മനസ്സിലാക്കിയത്തോളം ഹാർദിക് പാണ്ഡ്യനെ വെച്ച് നോക്കുമ്പോ ശരിക്കും പറഞ്ഞാല് കൃണാൽ പാണ്ഡ്യ ശരിക്കും അണ്ടർ റേറ്റഡ് ആണ്. കാരണം ഏറ്റവും ബെസ്റ്റ് പണ്ട് മുതൽ ഞാൻ കാണുന്നതാണ് കൃണാൽ പാണ്ഡ്യനെ, പല ടീമുകളിൽ കാണുന്നതാണ്. കൃണാൽ പാണ്ഡ്യ വൺ ഓഫ് ദ ബെസ്റ്റ് ഓൾറൗണ്ടർ ആണ്. കാരണം അതെ ഇത്രത്തോളം അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഈ ഒരു സീസണിലാണെങ്കിൽ പോലും പുള്ളി സ്പിന്നറും ആണ് പേസ് ബോളറും ആണെന്നുള്ള ലെവലാണ് പുള്ളി ബോളർ ചെയ്യണത്. പുള്ളിയുടെ അതെ 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 സ്പിന്നാണോ അവനെ പേസ് ആണോ നമുക്ക് പറയാൻ പറ്റൂല. ഏത് അതെ വലിയ അദ്ദേഹം വിക്കറ്റും പുള്ളിക്ക് എടുക്കാൻ പറ്റും. അതുപോലെ ബാറ്റിങ്ങിൽ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ കളി അതായത് RCB ഈ കളിയല്ല അതിനു മുംബൈ മുമ്പ് ഏഹ് മുംബൈയായിട്ടുള്ള ആ കളി അതായത് മുംബൈ തോക്കാൻ കാരണം മെയിൻ കാരണം ഈ കൃണാൽ പാണ്ഡ്യ ഇന്നിങ്സ് ആണ്. ക്രൂണൽ പാണ്ഡ്യയുടെ ബാറ്റിംഗ് ആണ്. കാരണം അവൻ ഏത് സമയത്തൊക്കെ ഏറ്റിന്ന് ആലോചിച്ച് നോക്ക്. അപ്പൊ ഒരു ടീമിന്റെ അതെ ട്രസ്റ്റ് ആലോചിച്ച് നോക്കി. ഏഹ് അതെ അത് അത്രയും അദ്ദേഹം പണ്ട് സ്റ്റഡഡ് തൊട്ട് ആയിട്ടുള്ള അടിപൊളിയാണ്. ടീമില്. കാരണം ക്രൂണൽ പാണ്ഡ്യ മുംബൈയില് അടിപൊളി പ്ലെയർ ആയിരുന്നു. കാരണം പറഞ്ഞാൽ പിന്നെ അദ്ദേഹത്തിനെയൊക്കെ മുംബൈ ടീം വിട്ടപ്പം തന്നെ എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര, ഞങ്ങൾക്ക് ഫാൻസിന് ഭയങ്കര ഒരു വിഷമം തോന്നി. കാരണം അതാണ് അത്രയ്ക്ക് അദ്ദേഹം ക്രൂണൽ പാണ്ഡ്യ, പൊള്ളാട്, പൊള്ളാട് ഹാർദിക് ഞാൻ പാണ്ഡ്യ പറയാൻ പറ്റുന്നത് അതെ ചത്ത് കളിക്കരുത്. ഹാർദിക് പാണ്ഡ്യ, പൊള്ളാട്, ക്രൂണൽ പാണ്ഡ്യ ആ ഒരു കോമ്പിനേഷൻ, അതായത് രോഹിത് ശർമ്മയുടെ കീഴിലുള്ള ഒരു സീസൺ
ഇവര് മൂന്ന് പേരുടെ കോമ്പിനേഷൻ പറഞ്ഞാൽ അബ്ബാരെ കോമ്പിനേഷൻ ആയി. അപാര കോമ്പിനേഷൻ ആ ഒരു അത് രക്ഷയില്ല. അത് 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 അതുപോലെ തന്നെ സൂര്യകുമാർ യാദവ്, ഇഷാൻ കിഷൻ. ഊഫ്. ഇഷാൻ കിഷനെ വിട്ടതുപോലെ ഞങ്ങൾക്ക് ഭയങ്കര വിഷമമായിരുന്നു. അതായത് ആ സമയത്ത് തന്നെ ഞാൻ പറയാം, ഒരു ലൈനപ്പ് എന്ന് പറഞ്ഞാൽ ഡീകോക്ക്, രോഹിത് ശർമ്മ, അതായത് ഈ ഓപ്പണേഴ്സ് ചിലപ്പോൾ മാറി മാറി വരും. ഡീകോക്ക് ആയിരിക്കും, മറ്റേ വെസ്റ്റ് ഇൻഡീസിന് സിമൻസ് ഒന്നുണ്ട്, അങ്ങനെ അതെ പലരും മാറി വന്നു, ബ്രാവോ അതെ വന്നിട്ടുണ്ട്. അതെ പക്ഷെ തീർച്ചയായിട്ടും. ഇവര് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ താഴോട്ട് സൂര്യകുമാർ യാദവ്, ഉം, ഇഷാൻ കിഷൻ, ആ, ഉം, ആ, പൊള്ളാട്, ഉം, ഹാർദിക് പാണ്ഡ്യ, ക്രൂണൽ പാണ്ഡ്യ, താഴോട്ട് മലിംഗ. ഉം. ഇങ്ങ് താഴോട്ട് വരെ ഒരുത്തൻ പോയ അടുത്തവൻ അടിക്കും. അത് തീർച്ചയായിട്ടും എങ്ങനെയാണ് അങ്ങനത്തെ ഒരു വെടിക്കെട്ടാണ്, ടീമായിരുന്നു വെടിക്കെട്ട് മുംബൈ. അല്ലേ? ആ അതെ, വെടിക്കെട്ട് അതാണ് ബാറ്റിങ്ങാ മുംബൈ. ആ അത് തീർച്ചയായും. ബോളിംഗ് അതിനേക്കാളും ഹാർദിക്, സീൻ. ആ അതെ അതെ, അവര് ഹാർദിക് പാണ്ഡ്യ ആണെങ്കിലും ബെസ്റ്റ് ഓൾറൗണ്ടർ ആണ്, അത് പറയാതിരിക്കാൻ പറ്റില്ല. പക്ഷെ തീർച്ചയായിട്ടും. അദ്ദേഹത്തിന്റെ സ്വഭാവവും അദ്ദേഹത്തിന്റെ അതായത് അഹങ്കാരവും. ഹാർദിക് പാണ്ഡ്യക്ക് ഈഗോ കൂടിപ്പോയി, ആ ഈഗോ കളിക്കളത്തിൽ നിന്ന് കൂടിപ്പോയി. ശ്രദ്ധ മാറി. ഇതുപോലെ ഗേൾ ഫ്രണ്ട്സ്, പിള്ളേർ ഇപ്പൊ ആ ഡൈവോഴ്സ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പുള്ളി ഭയങ്കര പ്ലേ ബോയ് പോലെയാണ് നടക്കുന്നത്. ഇതെല്ലാം അതെ അതെ, കളിനെ ബാധിക്കുന്നുണ്ട്. ശരിക്കും ക്രിക്കറ്റ് എന്ന് പറഞ്ഞു കളിനെ കഴിഞ്ഞാൽ ബാധിക്കുന്നുണ്ട്. ഒരു ജെന്റിൽമാൻസ് ഗെയിമാണ്. അതെ, ക്രിക്കറ്റ് ഈസ് എ ജെന്റിൽമാൻസ് ഗെയിം എന്ന് സച്ചിൻ ടെണ്ടുൽക്കർ അടക്കം, വിരാട് കോഹ്ലി അടക്കം എല്ലാവരും നമുക്ക് മുന്നിൽ നേർസാക്ഷിയാണ്. കാരണം ഇവരൊക്കെ ഇപ്പോഴും ഫോമിലാവുന്നത്. സച്ചിനൊന്നും അതെ ഫോം അതെ ഔട്ട് അതെ. ആയിട്ടേ ഇല്ല. സച്ചിനൊക്കെ ഇല്ല, പോകുന്ന സമയത്ത് വരെ സച്ചിനൊക്കെ സച്ചിനൊക്കെ ആ സച്ചിനൊക്കെ സച്ചിന് പോകുന്ന സമയത്ത് സച്ചിനൊക്കെ വരെ ഫോം ഔട്ട് ആയിട്ടല്ല പോയത്. മനസ്സിലായോ? അതെ അതെ, അപ്പൊ സച്ചിനൊക്കെ ജെന്റിൽ ഇപ്പോഴും ആ സച്ചിനൊക്കെ ഇപ്പോഴും 50 വയസ്സ് കഴിഞ്ഞു. ഈ ആ സമയത്ത് പോലും IPL കളിച്ചാല് അത്യാവശ്യം നല്ല റെക്കോർഡോടെ അടിക്കും. പുള്ളി അതാണ് അപ്പൊ അടിക്കും. അതാണ് അതാണ് സച്ചിൻ ടെണ്ടുൽക്കർ. സച്ചിനായാലും സെവാഗ് ആ ആയാലും വിരാട് ഓ കോഹ്ലി അതെ ആയാലും ലെജൻസ് ആരായാലും ഈവൻ സഞ്ജു സാംസൺ ആണെങ്കിൽ കൂടി ജെന്റിൽമാൻ ആണ് എന്നുള്ളതാണ് ഇവരുടെയൊക്കെ പ്രത്യേകത. അതുകൊണ്ട് അതെ ഈ ഹാർദിക് പാണ്ഡ്യ വിഷയത്തിൽ ഹാർദിക് പാണ്ഡ്യ സ്വയം വരുത്തി വെച്ചതാണ് ഈ അപമാനം. അത് ഹാർദിക് പാണ്ഡ്യ തിരുത്തിയാൽ നല്ലത്. ഇനിയും ഈഗോ കൂട്ടാനാണെങ്കിൽ എവിടെ ചെന്ന് കയറുന്നു, ഇനി ചെന്നൈ ചെന്ന് കയറിയ ചെന്നൈക്കും ഒരു ബാധ്യതയാവും എന്ന് മാത്രമേ എനിക്ക് ഹാർദിക് പാണ്ഡ്യ മുംബൈ ഇന്ത്യൻസ് വിഷയത്തിൽ പറയാനുള്ളൂ. അപ്പോ നമുക്ക് അദ്ദേഹത്തിന് ബാക്ക് ടു അത് നിനക്ക് ആ എന്തെങ്കിലും പറയാനുണ്ടോ? അതും കൂടി പറഞ്ഞോ. അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ എനിക്ക് ഈഗോ അടിക്കാൻ തുടങ്ങിയത്, ഒന്നാമത്തെ കേസ് ഗുജറാത്തിനെ ഒരാളെ കപ്പടിപ്പിക്കുകയും രണ്ടാമത്തെ തവണ ഫൈനലിസ്റ്റുകൾ ആക്കുകയും ചെയ്തു. അത് അതാണ്. കഴിഞ്ഞപ്പം തൊട്ടാണ് അദ്ദേഹത്തിന് അഹങ്കാരം കൂടിയത്. കാര്യം ആ സമയത്ത് അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്, മുംബൈ ഇന്ത്യൻസ് പ്രധാനപ്പെട്ട മെയിൻ താരങ്ങൾ, വമ്പൻ താരങ്ങളെ എടുത്താണ് അവർ കപ്പടിക്കുന്നതെന്ന്. അപ്പം അത് തന്നെ അഹങ്കാരത്തിന്റെ ഒരു പടിയാണ്. കാരണം എനിക്ക് തോന്നുന്നു അദ്ദേഹത്തെ ഇതിലൊക്കെ അത്ര കണ്ട് കണ്ണ് അദ്ദേഹം അതെ മഞ്ഞളിച്ചിട്ടാണ് മുംബൈ അദ്ദേഹം എടുത്തത്. അതെ അല്ല, അദ്ദേഹം ഗുജറാത്തിന്റെ ക്യാപ്റ്റൻ ആകാൻ ഉള്ള അവസരം കിട്ടിയത് പോലും ഈ മുംബൈ ഇന്ത്യൻസ് കാരണമെന്ന് അദ്ദേഹം മറന്നു. ഉം. അന്നേരം രോഹിത് ശർമ്മ പറഞ്ഞുണ്ട്, ഈ ജസ്പ്രീത് ബുംറ, ഹാർദിക് പാണ്ഡ്യ, ക്രൂണൽ പാണ്ഡ്യ ഇവരൊന്നും മുംബൈ വരുമ്പം വമ്പൻ അല്ല താരങ്ങളല്ലായിരുന്നു. അല്ല അല്ല, മുംബൈ ആണ് അത് ഇന്ത്യൻ ടീമിലേക്ക് പോലും കുറെ ആൾക്കാരെ വാർത്തെടുത്തത്. അതെ. ഇപ്പം ഇപ്പം അക്സർ പട്ടേല്, ബുംറ. അതെ ആ അതെ, ഇല്ല, ഇപ്പം ഇന്ത്യൻ ടീമിൽ കളിച്ചു കഴിഞ്ഞവരും ഏറ്റവും കൂടുതൽ ഒരു 95% താരങ്ങളും മുംബൈ ഇന്ത്യൻസിൽ കളിച്ചിട്ട് വന്നവരാ. തീർച്ചയായിട്ടും. അപ്പോ വേണമെങ്കിൽ നമുക്ക് ഇപ്പൊ ലിസ്റ്റ് പറയാം. വേണമെങ്കിൽ പറ പറ ഹാർദിക് പറ. പാണ്ഡ്യ, ക്രൂണൽ പാണ്ഡ്യ, തിലവർമ്മ, നേഹൽ വധേര, ഇഷാൻ കിഷൻ. യുസ്വന്ദ്ര ചഹൽ, ഇഷാൻ കിഷൻ, അക്സർ പട്ടേല്, അതെ. ഏ ആ ബുംറ. ഇവര് ബുംറ, ആ ഹാർദിക് പാണ്ഡ്യ, ഇവരെല്ലാം ഇപ്പൊ ഇനി മുംബൈ വരാനിരിക്കുന്നവരെല്ലാം ഇന്ത്യൻസ് പ്രൊഡക്റ്റ് ആണ്. അതാണ് മുംബൈ ഇന്ത്യൻസ് മുംബൈ പ്രൊഡക്റ്റ് ആണ്. ഇന്ത്യൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പേര് തന്നെ പണ്ട് ആൾക്കാർ പറയുമായിരുന്നു. ഇപ്പോഴും അതെ, മുംബൈ അതെ ഇന്ത്യൻസ് എന്ന് പറഞ്ഞാൽ മുംബൈ ടീമിൽ നിന്ന് ഇന്ത്യൻ ടീമിലേക്കുള്ള ആളുകളെ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ടീം എന്നുള്ള നിലയിൽ മുംബൈ ഇന്ത്യൻസിനെ പറഞ്ഞിരുന്നു. അപ്പോൾ നമ്മൾ അതെ ഈ ഒരു ടോപ്പിക് വൈൻഡപ്പ് ചെയ്യുമ്പോൾ നമ്മൾ പറയുന്നത് മുംബൈ ഇന്ത്യൻസ് ഹാർദിക് പാണ്ഡ്യനോട് കാണിച്ച നന്ദി, ഹാർദിക് പാണ്ഡ്യ അഹങ്കാരം കാരണം ഹാർദിക് പാണ്ഡ്യക്ക് തിരിച്ച് കാണിക്കാൻ സാധിച്ചില്ല. ഇല്ല. മുംബൈയുടെ കരിയറിലെ തന്നെ ഏറ്റവും മോശം സീസണിലേക്ക് ഹാർദിക് പാണ്ഡ്യ ടീമിനെ നയിച്ചു നാറാണക്കല്ല് എടുപ്പിച്ച് രോഹിത് ശർമ്മനെ, അതെ ഫാൻസിനെ എല്ലാരും വെറുപ്പിച്ചിട്ടാണ് ഹാർദിക് പാണ്ഡ്യ ഇപ്പൊ കാമുകിട പുറകെ പോയതോ അല്ലെങ്കിൽ പടിയിറങ്ങിയതോ എങ്ങനെ വേണേ പറയാം. ഇനി ചെന്നൈയിലേക്ക് വന്ന ചെന്നൈ ഫാൻസിന് ഒരു തലവേദന ആകും എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ ഈ ടോപ്പിക് നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇനി ചെയ്യണം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, കൂടുതൽ ആളുകളിലേക്ക് ഷെയർ ചെയ്യുക. പിന്നെ ഇതുപോലുള്ള വളരെ മൂല്യമുള്ള അർത്ഥവത്തായ കഥകൾക്കും വീഡിയോകൾക്കും വേണ്ടി ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക.